സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണ്. അപ്പൊ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാല് ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത്. എന്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. അപ്പൊ ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജസ്ന സലീം എന്നാണ് ഇവരുടെ പേര്. ശ്രീകൃഷ്ണന്റെ ഫോട്ടോസുകളൊക്കെ വരച്ച്, മുസ്ലിം ആയതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ ഫോട്ടോസുകളൊക്കെ വരച്ച് ഹിന്ദുക്കൾക്കിടയിലും ഏകദേശം നമ്മുടെ കേരളത്തിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇവരെ ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ചാൽ കൃഷ്ണന്റെ ഫോട്ടോസൊക്കെ ട്രേസ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. അത് എന്നിട്ട് മുസ്ലിം ആണ് വരച്ചതിനാൽ ഒരു മുസ്ലിം മത ഹിന്ദു ദൈവത്തിന്റെ ഫോട്ടോ വരയ്ക്കുന്നു എന്ന അത്ഭുതം കൊണ്ട് സോക്കളുടെ കുറെ എന്താ പറയാ അന്തപ്പുകളിലേക്ക് ആഴ്ന്നു പോയ കുറെ ഹിന്ദുക്കള് ഇവരെ ഫോട്ടോ വാങ്ങിക്കും. ഏകദേശം തീവ്ര ഹിന്ദുക്കള്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ സംഖ്യകളാണ് ഇവരെ ഫോട്ടോസുകളൊക്കെ വാങ്ങിക്കുന്നത്. അത് ഗംഭീരമായിട്ട് ആഘോഷിക്കും. കാരണം ഇസ്ലാം മതത്തിൽപ്പെട്ട ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവരിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളും ഇവരെ വീഡിയോസിനും ഇവരെ ചില നടത്തിപ്പുകളും ഇവരെ ചില പരിപാടികൾക്ക് എതിരെ നമ്മൾ വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇനി ഇവരെ ജീവിതത്തിൽ കയറി അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെ വിമർശിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നേതൃത്വത്തിക്കും ഭാവിയിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്ന് ആയതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇവര് ഒരു പെൺകുട്ടിക്കെതിരെ ഗംഭീരമായിട്ട് അവര് അബോർഷന് വേണ്ടിയിട്ട് ഗർഭിണിയായിട്ട്, ആരിൽ നിന്നോ ഗർഭിണിയായിട്ട് അബോർഷന് വേണ്ടിയിട്ട് ഇവര് മൈഗ്രെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അബോർഷന്റെ ആവശ്യമായിട്ട് ഇവർ വന്നിരുന്നു എന്നാ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ആർക്കും പരിചയമില്ലാത്ത സ്മൃതി എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്, ഒരു ഗംഭീര യൂട്യൂബറാണ്. അവര് ഇത്ര സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരൊക്കെ അവരെ കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിടാറുണ്ട്. ഇനി എന്തുകൊണ്ട് ഇവരെ എതിർക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ജസ്ന സലീമിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ എന്തിനാ സ്മൃതിയെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് നമ്മുടെ രേണു സുധിയെ കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രിയ സുഹൃത്തുക്കളെ, രേണു സുധിയും ജസ്ന സലീമും ഒക്കെ ഒരു സ്ഥലത്ത് വീട് വെച്ച് ഭംഗിയായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരല്ല. അവരെല്ലാം വീട് വെച്ച് ജീവിക്കുന്നു ഇല്ലെന്ന് അവിടെ രണ്ടാമത്തെ കാര്യമാണ്. അവർ സോഷ്യൽ മീഡിയയിലെ ആളുകളാണ്. സോഷ്യൽ മീഡിയയിൽ അവരുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നടത്തുന്ന കാര്യങ്ങൾ മറ്റു സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക്, എന്നെ പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവരൊക്കെ ഒരു നല്ല കോണ്ടന്റുകളാണ്. ഇത്തരം കോണ്ടന്റുകൾ ഇട്ട് നമുക്കത് താല്പര്യമില്ലെങ്കിൽ, അതിൽ വരെ വിമർശനം ഉണ്ടെങ്കിൽ അത് വിമർശനം മാന്യമായിട്ട് പറയുക എന്നുള്ളതാണ് ഇവരൊക്കെ പരിപാടി. അത് തന്നെ നമ്മളും ചെയ്യുന്നു. ഇവിടുത്തെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജസ്ന സലീം ഇങ്ങനെ മുസ്ലിം ആയതും ജസ്ന സലീം പിന്നെ ഇസ്ലാം മതം വിട്ടു പോകുന്നു എന്ന് പറഞ്ഞതും, ഞാൻ ഇനി തട്ടിടൂല, ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഒരു സ്മൃതി എന്നല്ല അവളുടെ പേര്, സ്മൃതി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി നന്നായിട്ട് വിമർശിക്കാറുണ്ട്. ഈ വിമർശനം ഒട്ടുമേ ഇവൾക്ക് ഇഷ്ടമായില്ല. ഇനി സ്മൃതി വിമർശിച്ച കാര്യം കേൾക്കണമെങ്കിൽ ഒന്ന് കേട്ടോക്കൂ. ഹായ് ഹലോ, എന്നും രാവിലെ എഴുന്നേറ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇന്ന് എനിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കാരണം ഇന്നലെ തൊട്ടേ മനസ്സിൽ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ. നമസ്കാരം. മനഃപൂർവ്വം മറ്റുള്ളവരെ പറ്റിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ചില ആൾക്കാർ കച്ചകെട്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്ക് എല്ലാവർക്കും ആണല്ലേ. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഡക്റ്റ്, അതിപ്പോ എന്ത് വസ്തുവുമായിക്കോട്ടെ, ഇപ്പൊ ജസ്ന സലീം വിൽക്കുന്നത് പോലെ ഒരു കൃഷ്ണന്റെ പടം, ഈ പ്രൊഡക്റ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ള കാര്യം? അപ്പൊ നിങ്ങൾ എല്ലാവരും പറയും ക്വാളിറ്റി ആണ്. എന്നാൽ ക്വാളിറ്റി അല്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും ആദ്യം വേണ്ടത് പബ്ലിസിറ്റി ആണ്. എത്രത്തോളം ആ ഒരു പ്രൊഡക്റ്റ് വൈറലാകുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ പ്രൊഡക്റ്റിന്റെ വിൽപ്പന നടക്കുന്നത്. ക്വാളിറ്റി ഒക്കെ ആൾക്കാർ പിന്നെ നോക്കുന്നുള്ളൂ, വൈറലാണോ അതാണ് ആദ്യം നോക്കുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു വസ്തു ജസ്റ്റ് ഒന്ന് വൈറലായി എന്നതിന്റെ പേരില് ഒരു ഭംഗിയും ഇല്ലാത്ത ഒരു ചിത്രം വിശ്വാസികളെ മുതലെടുത്ത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് വിറ്റ് കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ജസ്ന സലീം. സുഹൃത്തുക്കളെ, ഇതേപോലെ ഈ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ ഈ ജസ്ന സലീമിൽ ഇട്ടിട്ടുണ്ട്. സത്യമാണ്, ഈ പെൺകുട്ടി പറയുന്നത് 100% ശരിയാണ്. ജസ്ന സലീമിന് ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ല. പിന്നെ എങ്ങനെ ഇവർ ഇത്ര ഫേമസ് ആവുന്നു? ചിത്രം വരച്ചിട്ടൊക്കെ എങ്ങനെയാണ് വീട് വെക്കാനുള്ള പൈസ ഒക്കെ ജസ്ന സലീമിന് കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളെ നന്നായിട്ട് പറ്റിക്കാൻ അറിയാം. ഹിന്ദുക്കളോട് ഞാൻ മുസ്ലിം ആണെന്നും ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ട ഭഗവാൻ കൃഷ്ണന് വരയ്ക്കുന്നെന്നും പറയുന്നു.
അവരെ ചിത്രങ്ങൾ വരയ്ക്കുന്നു. അത് ട്രേസ് എടുത്ത് മറ്റുമാണ് ചില്ലിന്റെ മേലെ മറ്റും വരയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ 5 പൈസക്കില്ല. 5 പൈസക്കില്ലാത്ത ആ ഒരു 10 രൂപയോ 200 രൂപയോ അല്ലെങ്കിൽ 20 രൂപയോ 30 രൂപ ആ ഒരു വേറെ വന്ന് 200 രൂപ അടുത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുക. അത്രമാത്രം വരെയുള്ള സാധനങ്ങൾ ഈ ഒരു ജസ്ന സലീം എന്ന ആള് വിൽക്കുന്നത്, സോക്കോൾഡ് ഹിന്ദുമത വിശ്വാസികൾ വിൽക്കുന്നത് 5000, 6000, 10000 രൂപയ്ക്കാണ്. എന്തൊക്കെയായാലും ഇവര് ഗുരുവായൂരിലേക്ക് നമ്മുടെ നരേന്ദ്രമോദി എത്തിയ സമയത്ത് നരേന്ദ്രമോദിക്ക് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാണ്. ഇവർ വരയ്ക്കുന്ന എന്ത് ചിത്രമായാലും ഇങ്ങനെയുള്ള കുറെ വിശ്വാസി പ്രാന്തന്മാര് ഇതൊക്കെ വാങ്ങിക്കാൻ തയ്യാറാണ്. അങ്ങനെ ജീവിച്ചു പോകുന്ന നാട്ടുകാർ അസലായിട്ട് പറ്റി ജീവിച്ചു പോകുന്ന ഒരാൾ തന്നെയാണ് ജസ്ന സലീം. ഇവർക്കെതിരെ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ട് ആ കലിപ്പ് ഇവർക്ക് തീരെ സഹിക്കുന്നില്ല. ഇവര് ഇപ്പോഴിതാ ഈ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി ഗർഭിണിയായിരുന്നെന്നും ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിലൊക്കെ അലസിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ദൂര സ്ഥലത്ത് പോയിട്ട് ആ പ്രഗ്നൻസി ഒഴിവാക്കാനുള്ള ശ്രമത്തിന് വേണ്ടി അവർ വന്നതാണെന്ന് പറയുന്നു. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ. ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണ്. അപ്പൊ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാല് ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത്. എന്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. അപ്പൊ ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നത്. അപ്പൊ പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോ ആകെ ടെൻഷനായി പോയി. അപ്പൊ ചേച്ചി ഒരു യൂട്യൂബർ ആണ്, ഞാനതെങ്ങാനും പുറത്ത് പറഞ്ഞ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെ കുറിച്ച് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം, നിരന്തരം എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം. ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് പറയുമോ എന്നുള്ള പേടിയായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാന്ന് കരുതി. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത്. ഏതായാലും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചാട്ടോ. കേട്ടോ ചേച്ചി? ഇതാണ് ജസ്ന സലീം എന്ന് പറഞ്ഞ ഉഡായിപ്പുകാരി. ഇവര് ചേച്ചി എന്ന് വിളിക്കുന്ന ആ പെൺകുട്ടിക്ക് സത്യം പറയാലോ ജസ്നയുടെ പകുതി പ്രായം ഉണ്ടാവില്ല. അത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. എന്തായാലും ജസ്റ്റ് ഡിഗ്രി മറ്റോ കഴിഞ്ഞിട്ടാണ് അവർ വീഡിയോകൾ മറ്റു ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും നമ്മൾ ലോജിക്കലായിട്ട് ഒരുപാട് തെറ്റുകളുണ്ട്. നമ്പർ 1 പറയുന്നത് ഇവര് പ്രഗ്നൻസി, അതായത് ഇവര് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇവരെ കണ്ടുമുട്ടി. അപ്പൊ രണ്ടുപേർക്കും പരസ്പരം ഏകദേശം സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ജസ്ന സലീം തന്റെ പ്രഗ്നൻസി ഒഴിവാക്കാൻ വന്നതാണ് ജസ്ന സലീം തിരിച്ചറിഞ്ഞല്ലോ. അത് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇനി ജസ്ന സലീം ഇനി അത് ആരോടെങ്കിലും പറയോ എന്ന് പേടിച്ചിട്ടാണ് അത്ര സ്മൃതി ഈ വീഡിയോകൾ ചെയ്യുന്നത്. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇത് തിരിച്ചറിയും, ഇത് ആരോടെങ്കിലൊക്കെ പറയുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതെ കുത്തിരിക്കല്ല വേണ്ടത്. പരമാവധി ഈ ജസ്ന സലീമിനെ ഉപദ്രവിക്കാതിരുന്നാൽ പോരെ. അവർ പിന്നെ ഇതൊന്നും പറയില്ലല്ലോ. അവരെ പറ്റി ഒരു പരാമർശം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്മൃതി ഗർഭിണിയായിരുന്നെങ്കിൽ തന്നെ അത് ആരോടും ജസ്ന സലീം പറയില്ല. ഇപ്പൊ എന്തായാലും ഇങ്ങനെ മനഃപൂർവ്വം അതുകൊണ്ടാണ് അത്ര ജസ്ന സലീമിന്റെ വീഡിയോകളൊക്കെ എടുത്ത് ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവര് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ മിസ്റ്റേക്ക് അവിടെ ഉണ്ട് ജസ്ന സലീമെ. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇവരവിടെ മൈഗ്രെയിൻ ആയിട്ട് വന്നിരിക്കുന്നു. മൈഗ്രെയിൻ ആയിട്ട് അവിടെ അങ്ങ് തുള്ളിക്കളിച്ച് നടക്കില്ലല്ലോ. മൈഗ്രെയിൻ എന്റെ പൊന്നു സുഹൃത്തുക്കളെ സഹിക്കാൻ പറ്റാത്ത ഒരു തലവേദനയാണ്. ചിലപ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ള സമയത്ത് ചില ശബ്ദം കേൾക്കാൻ സാധിക്കില്ല, ചില ആളുകളെ കണ്ടുമുട്ടാൻ പറ്റില്ല, ചില മണങ്ങളൊന്നും സഹിക്കില്ല, വേദന സഹിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഛർദിയിലൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ അതിഭീകരമായ ഒരു അവസ്ഥയാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇതുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തായാലും മൈഗ്രെയിൻ ആയിട്ടുള്ള വന്ന ഈ ജസ്ന സലീം വളരെ പെട്ടെന്ന് സ്മൃതി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇനി അതും പോട്ടെന്നേ, ഇവരെന്തിനു വന്നു എന്നുള്ളതാണ്, അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അബോർഷൻ ചെയ്യുക എന്തായാലും 8ാം മാസത്തിലും 9ാം മാസത്തിലും ഒന്നുമല്ല, തുടക്കത്തിൽ തന്നെ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം വയറൊന്നും അത്ര വലുതായിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ അബോർഷൻ ചെയ്യാനാണ് വന്നതെന്ന് ശരീരം നോക്കി മനസ്സിലാക്കിയത്? ഇനി വേറെ കാര്യം കൂടി ഉണ്ടെന്നേ, ലോജിക്ക് ഇനി മിസ്റ്റേക്ക് ഉണ്ട്. അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണെങ്കിൽ അത്തരം വിവരങ്ങൾ, അത്തരം കാര്യങ്ങൾ ഹോസ്പിറ്റൽ അധികൃതർ ഒരാളോടും പറയില്ല. അത് അതോറിറ്റികൾ, ഡോക്ടർ ആയാലും നഴ്സുമാരായാലും ആരായാലും, ആരാണ് ഇവിടെ വന്നേ, എന്തിനാ വന്നേ, അവർ അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ വന്നത്, അല്ല വേറെ വല്ല കാര്യത്തിനാണോ വന്നത്,
ഒരു കാര്യവും ഒരാളോടും ഇവർ പറയില്ല എന്നുള്ളതാണ്. ഒരു ഹോസ്പിറ്റലും അത്തരം കാര്യങ്ങൾ പുറത്ത് പറയില്ല. അങ്ങനെ ആരോടും പുറത്തു പറയാത്തൊരു കാര്യം ആ ഹോസ്പിറ്റൽ അധികൃതർ ജസ്ന സലീമിനോട് പറഞ്ഞു എന്നാണോ ജസ്ന സലീം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളും ആ ഹോസ്പിറ്റലിലെ ആ ഡോക്ടേഴ്സ് തമ്മിൽ വേറെന്തൊക്കെയോ ബന്ധമുണ്ടെന്നൊക്കെ നാട്ടുകാർക്ക് ചിന്തിക്കേണ്ട ഗതികേട് വരുമല്ലോ എൻ്റെ പൊന്നു ജസ്ന സലീം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യവുമില്ലാത്ത നിങ്ങളെ വിമർശിക്കുന്ന എല്ലാവരെയും അങ്ങോട്ട് തകർത്ത് കളയാം, നിങ്ങൾ വിമർശിക്കുന്ന എല്ലാവരെയും അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയാം എന്ന ബോധ്യത്തിന് പുറത്ത് ഇങ്ങനെ അനാവശ്യമായിട്ട് മാന്യമര്യാദയ്ക്ക് വളരെ വൃത്തിയായിട്ട് റിയാക്ഷൻ നടത്തി ജീവിക്കുന്ന ആൾക്കാരെ നെഞ്ചത്ത് കയറരുത് കേട്ടോ. ബൈ.